Dear friends, ഇന്ന് നമ്മൾ ടാലിയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും എങ്ങനെ കമ്പൈൻ ചെയ്ത് എഫക്റ്റീവായിട്ട് ടാലിയിൽ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്താണെന്നും സ്റ്റോക്ക് കാറ്റഗറി എന്താണെന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറെ അധികം ഇൻവെന്ററി ഐറ്റം ഉണ്ടെങ്കിൽ അതിന്റെ നേച്ചറോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിനെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. മാനേജ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഗ്രൂപ്പ് ചെയ്ത് തിരിക്കുന്നു. ഇനി നമുക്ക് എത്ര വേണേലും സബ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിനടിയിൽ ഒരു മെയിൻ ഗ്രൂപ്പിന് താഴെയായിട്ട് എത്ര വേണേലും സബ് ഗ്രൂപ്പ് നമുക്ക് ടാലിയിൽ ആഡ് ചെയ്യാം. അതെല്ലാം നമുക്കറിയാം. ഇനി ഇൻവെന്ററി ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോവർ ലെവൽ ഓഫ് സ്റ്റോക്ക് ഗ്രൂപ്പാണ്, ഏറ്റവും താഴെയുള്ള സ്റ്റോക്ക് ഗ്രൂപ്പാണ് ഇൻവെന്ററിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ടാലി ഓട്ടോമാറ്റിക്കലി അതിന്റെ പേരന്റ് സ്റ്റോക്ക് ഗ്രൂപ്പിനെ ടാലി ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തോളും. എന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെയിൻ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, പിന്നീട് ഐറ്റം ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഐറ്റം സാംസങ് TV 32 ഇഞ്ച് ആണെങ്കിൽ അതിനൊരു TV 32 എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. TV 32 എന്ന് പറയുന്നത് TV എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. TV എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓപ്പോസിറ്റ് തിരിച്ചു പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു മെയിൻ ഗ്രൂപ്പ്, അതിന്റെ താഴെ TV എന്ന് പറയുന്നത് വേറെ സബ് ഗ്രൂപ്പ്, TV 32 ഇഞ്ച് എന്ന് പറയുന്നത് വേറെ സബ് ഗ്രൂപ്പ്, സാംസങ് TV 32 ഇഞ്ച് എന്ന് പറയുന്നതാണ് ശരിക്കും ഐറ്റം. സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ ഏകദേശം അതേ നേച്ചറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത്. ഒരു പാരലൽ ക്ലാസിഫിക്കേഷൻ ആണ്, ഐറ്റത്തിന്റെ ഒരു പാരലൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഗ്രൂപ്പിനകത്ത് നമുക്കൊരു പരിമിതി ഉണ്ട്. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് അൺലിമിറ്റഡ് സ്റ്റോക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്റ്റോക്ക് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ മീനിങ് ഒന്നുമില്ല. പറ്റുമെങ്കിൽ 2 ഗ്രൂപ്പിലോ 3 ഗ്രൂപ്പിലോ മാക്സിമം സ്റ്റോക്ക് ഗ്രൂപ്പ് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കിയുള്ള നേച്ചറോ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്കോ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറിയും ഒരു വിധത്തിൽ പറഞ്ഞാല് സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഐറ്റത്തിന്റെ സിമിലാരിറ്റിയും ബിഹേവിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേച്ചർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചർ വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഷോർട്ടായിട്ടൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് വെഹിക്കിൾ ഡീലേഴ്സിനകത്ത് ഇപ്പോൾ കാർ ഡീൽ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ യൂസ്ഡ് കാർ സെയിൽ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് പല ബ്രാൻഡിലുള്ള കാറുകൾ ഉണ്ടാവും, പല എഞ്ചിൻ സൈസുള്ള കാർ ഉണ്ടാവും, പല കപ്പാസിറ്റി ഉള്ള കാർ ഉണ്ടാവും. പക്ഷെ ഇതിനകത്തെല്ലാം മെയിൻ ആയിട്ട് വരുന്നത് ഒന്നും ഡീസൽ കാർ അല്ലെങ്കിൽ പെട്രോൾ കാർ, ആ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് ഡീസലും പെട്രോളും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കൊടുക്കാം. സ്റ്റോക്ക് ഗ്രൂപ്പ് നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് നമുക്ക് സ്മോൾ കാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഡീസലെന്നോ പെട്രോളെന്നോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും. Stock group and stock category is used in Tally for bifurcating the inventory for different stock analysis purpose. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് രീതിയിലാണോ സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് കാറ്റഗറിയും സ്റ്റോക്ക് ഗ്രൂപ്പും എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്കൊരു സ്ഥാപനത്തിന്റെ ഓരോ ബിസിനസിന്റെയും നേച്ചർ അനുസരിച്ച് മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നീഡ് ബേസിസിലാണ് അത് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ഈസ് വൺ കൈൻഡ് ഓഫ് ഡൈമെൻഷണൽ വ്യൂ ഓഫ് ഐറ്റംസ് ആൻഡ് സ്റ്റോക്ക് കാറ്റഗറി ഈസ് അനദർ കൈൻഡ് ഓഫ് ഡൈമെൻഷണൽ വ്യൂ ഓഫ് ഐറ്റം. വിവിധ വീക്ഷണകോണങ്ങളിലൂടെ നോക്കുന്നതാണ്. നമ്മൾ ഒരു രീതിയിലും ഐറ്റത്തിനെ നോക്കുന്നു, തിരിഞ്ഞു നിന്നിട്ട് വേറൊരു സൈഡിലേക്ക് മാറി എന്നിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ഈ ഇൻവെന്ററിയെ നോക്കി കാണുന്നു. അതിനു വേണ്ടിയിട്ട് 2 ഡയമെൻഷണൽ വ്യൂവിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പും കാറ്റഗറിയും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. എനി നമ്പർ ഓഫ് സബ് കാറ്റഗറി ഈസ് പോസിബിൾ ഇൻ ടാലി. അപ്പം സബ് ഗ്രൂപ്പ് പോലെ തന്നെ എത്ര വേണമെങ്കിലും സബ് കാറ്റഗറി നമുക്ക് ടാലി ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് പറ്റുമെങ്കിൽ 1 or 2 സബ് കാറ്റഗറിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമുക്ക് മാനേജ് ചെയ്യാനും അത് റിപ്പോർട്ട് ഉണ്ടാക്കാനും എല്ലാം എളുപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും.
The lower level of stock category is linked to inventory item and tally will recognize. The stock group പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഗ്രൂപ്പിനെ കുറിച്ചും സ്റ്റോക്ക് കാറ്റഗറിയെ കുറിച്ചും ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറഞ്ഞ് കൺഫ്യൂഷൻ ആയിപ്പോയ കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി സ്റ്റോക്ക് ഗ്രൂപ്പ് എന്താണ്, സ്റ്റോക്ക് കാറ്റഗറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ശരി, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ ടാലിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, ലോജിക്കലി എങ്ങനെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ടാലിയിൽ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ബിസിനസിന്റെയും നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര സ്റ്റോക്ക് ഗ്രൂപ്പ് വേണം അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് കാറ്റഗറി വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിറ്റ് ടു ഓൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിനകത്തില്ല. ടൈലർ മെയ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് 1 or 2 അല്ലെങ്കിൽ 3 സ്റ്റോക്ക് ഗ്രൂപ്പിൽ മാക്സിമം ഒതുക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള 2 or 3 നേച്ചർ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറിയിലും കൂടി കൂടിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് കാറ്റഗറിയും സ്റ്റോക്ക് ഗ്രൂപ്പും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുവിധം വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് സ്റ്റോക്ക് ക്വറിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ടാലിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ, ടാലിയിൽ ഞാൻ സ്റ്റോക്ക് കാറ്റഗറിയും സ്റ്റോക്ക് ഗ്രൂപ്പും എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അങ്ങനെ പോയാൽ 1 മണിക്കൂറെങ്കിലും സമയമെടുക്കും. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കുന്നതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇതിനകത്ത് സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്റ്റോക്ക് കാറ്റഗറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് F11 ഫീച്ചേഴ്സിൽ പോയിട്ട് ഇൻവെന്ററി ഫീച്ചേഴ്സിൽ വന്നിട്ട് സ്റ്റോക്ക് കാറ്റഗറീസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. സ്റ്റോക്ക് കാറ്റഗറീസ് കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ നമുക്ക് സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡൌൺസും ആവശ്യമുണ്ട്, മൾട്ടിപ്പിൾ ഗോഡൌൺസ് ആവശ്യമുണ്ട്. എന്നാലാണ് നമുക്ക് ഗോഡൌൺ വൈസ് വെച്ചിട്ടുള്ള അനാലിസിസ് ഒരു കിട്ടുകയുള്ളൂ. സാധാരണ വൈറ്റ് ഗുഡ്സ് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും മൾട്ടിപ്പിൾ ഗോഡൌൺസും മൾട്ടിപ്പിൾ ലൊക്കേഷനും മൾട്ടിപ്പിൾ ബ്രാഞ്ചസും ഉണ്ടാവും. നമ്മുടെ മാർക്കറ്റിൽ നോക്കിയാൽ കാണാം ഒത്തിരിയേറെ ആളുകൾക്ക് ട്രിവാൻഡ്രം ടു കാസർഗോഡ് ബ്രാഞ്ചസും ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഗോഡൌൺസും ഉണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഗോഡൌണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗോഡൌൺ വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ഗോഡൌണും മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് കാറ്റഗറി യെസ് ആക്കിയതിനു ശേഷം ഇൻവെന്ററി ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പിൽ വന്നാൽ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് നോക്കിയാലും മനസ്സിലാവും. ഇതിനകത്ത് ഇത് സ്റ്റോക്ക് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AC-യും TV-യുമാണ്. AC എന്ന മെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ താഴെ ഞാൻ 2 സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? AC 1.5 ടണ്ണും AC 1 ടണ്ണും. അതുപോലെ തന്നെ TV മെയിൻ ഗ്രൂപ്പിന്റെ താഴെ 2 സബ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TV 32 ഇഞ്ചും TV 43 ഇഞ്ചും. അതുപോലെ സ്റ്റോക്ക് കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം സ്റ്റോക്ക് കാറ്റഗറി ഞാൻ ഈ വൈറ്റ് ഗുഡ്സിന്റെ കാര്യത്തിൽ ഞാൻ സ്റ്റോക്ക് കാറ്റഗറി ഞാൻ എടുത്തിരിക്കുന്നത്, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് നെയിമിന്റെ ബേസിലാണ്. അതായത് ബ്ലൂ സ്റ്റാർ അല്ലെങ്കിൽ ഗോദ്രേജ് അതുപോലെ ബ്രാൻഡ് നെയിമിന്റെ ബേസിലാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡ് നെയിമും മെയിൻ കാറ്റഗറിയും സ്റ്റോക്ക് കാറ്റഗറിയും അതിന്റെ താഴെയുള്ള AC ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാറിന്റെ താഴെയുള്ള സബ് കാറ്റഗറിയും, AC ഗോദ്രേജ് എന്ന് പറയുന്നത് ഗോദ്രേജിന്റെ താഴെയുള്ള സബ് കാറ്റഗറിയും, AC LG എന്ന് പറയുന്നത് LGയുടെ തൊട്ടതാഴെയുള്ള സബ് കാറ്റഗറിയും, അല്ലെങ്കിൽ TV LG എന്ന് പറയുന്നത് LGയുടെ താഴെയുള്ള സബ് കാറ്റഗറി, TV സോണി എന്ന് പറയുന്നത് സോണിക്ക് താഴെയുള്ള സബ് കാറ്റഗറി. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം ആണ്. ഓരോ ബ്രാൻഡ് നെയിമിനുള്ള ഓരോ ഐറ്റത്തിനുമാണ്, ഓരോ ഗ്രൂപ്പിനാണ് ഞാൻ സബ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോഡൌൺസും അതുപോലെ തന്നെ നോക്കിയാൽ കാണാം. ഞാൻ 4 ഗോഡൌൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആലുവ, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ. മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടാലിയുടെ ഡിഫോൾട്ട് ലൊക്കേഷനാണ്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ 4 ഗോഡൌണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? ഇനി ഞാൻ ഒരു പർച്ചേസ് ഇൻവോയ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്പ്ലേയിൽ വന്ന് ബുക്കിൽ വന്നിട്ട് പർച്ചേസിൽ നോക്കി കാണാം.
ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് 32 TV 32 ഇഞ്ച് TV 32 ഇഞ്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഐറ്റം കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇൻവെന്ററി ഇൻഫോയിൽ വന്നിട്ട് സ്റ്റോക്ക് ഐറ്റത്തിൽ വന്നിട്ട് ഡിസ്പ്ലേയിൽ വന്നാൽ ഓൾ ഐറ്റത്തിൽ കാണാം. നോക്കിയാൽ കാണാം AC 1.5 ടൺ LG എന്ന് പറയുന്നതാണ് ഐറ്റത്തിന്റെ നെയിം. അത് ഏത് ഗ്രൂപ്പിന്റെ താഴെയാണ് വരുന്നത്? AC 1.5 ടൺ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ താഴെയാണ്. ഏത് കാറ്റഗറിയുടെ താഴെയാണ്? AC LG. അപ്പോൾ AC LG 1.5 ടൺ എന്ന് പറയുന്നതാണ് ഈ കാറ്റഗറി നെയിമും ഗ്രൂപ്പ് നെയിമും കൂടി കൂടുന്നതാണ് ഐറ്റം നെയിം. അത് നോക്കിയാൽ കാണാം AC 1.5 ടൺ ബ്ലൂ സ്റ്റാർ. AC ബ്ലൂ സ്റ്റാറും 1.5 ടണ്ണും കൂടി കൂടുന്നതാണ് AC 1.5 ടൺ ബ്ലൂ സ്റ്റാർ. അപ്പൊ ഈ ഐറ്റം നെയിം അതനുസരിച്ച് കൊടുത്താൽ മാത്രമേ ഐറ്റം കൺഫ്യൂഷൻ വരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഐറ്റം എടുത്തു കഴിയുമ്പോൾ ഇത് ഏത് ബ്രാൻഡിന്റെ എത്ര ടണ്ണിന്റെ AC ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ACയുടെ നെയിം കൊടുക്കുമ്പോൾ തന്നെ ഐറ്റം നെയിം കൊടുക്കുമ്പോൾ തന്നെ മാക്സിമം ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുക്കുക. അപ്പോൾ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. നോക്കിയാൽ TV 32 ഇഞ്ച് LG, TV 32 TV LG ഇത് രണ്ടും കൂടി കൂടുന്നതാണ് ഐറ്റം നെയിം. ഇങ്ങനെയാണ് ഞാൻ ഐറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പർച്ചേസിൽ വന്നാൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോ ഐറ്റവും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിരിക്കുന്നത് പല ഷോറൂമിലേക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആലുവയിലേക്ക് 5 TV 32 ഇഞ്ച് സാംസങ് എന്ന് പറയുന്ന ആലുവയിലേക്ക് 5 എണ്ണം, കോതമംഗലത്തേക്ക് 3 എണ്ണം, മൂവാറ്റുപുഴയ്ക്ക് 2 എണ്ണം, പെരുമ്പാവൂരിന് 1 എണ്ണം. അങ്ങനെയാണ് 11 നമ്പേഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഐറ്റം 32 ഇഞ്ച് സോണി അങ്ങനെ ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ടോട്ടൽ 28,55,880 രൂപയുടെ പർച്ചേസ് ചെയ്തു. സെയിലും അതുപോലെ തന്നെ സെയിൽസ് ഇതുപോലെ തന്നെ 32 ഇഞ്ച് LG 32 ഇഞ്ച് കൊണ്ടിട്ട് സെയിൽസ് എവിടെയാണ് നോക്കിയാൽ കാണാം. ഏതൊക്കെ ഗോഡൌണിൽ നിന്നാണ് പോയിരിക്കുന്നത്? മൂവാറ്റുപുഴ ഗോഡൌണിൽ നിന്ന് 2 എണ്ണം, പെരുമ്പാവൂർ ഗോഡൌണിൽ നിന്ന് 1 എണ്ണം. സാധാരണ സെയിൽസ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഗോഡൌണിൽ റിയാലിറ്റിയിൽ മൾട്ടിപ്പിൾ ഗോഡൌണിൽ നിന്നുള്ള സെയിൽസ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം പർച്ചേസ് ചെയ്യുന്ന ഈ പാർട്ടികളെല്ലാം പർച്ചേസ് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് പർച്ചേസ് ആയിരിക്കും. അപ്പോൾ അവര് ഒരു ഹെഡ് ഓഫീസിലിരുന്ന് പർച്ചേസ് എൻട്രി ചെയ്യുന്ന സമയത്ത് അവർ ഷോറൂം ഗോഡൌൺ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഗോഡൌണിലേക്ക് ഒരു സിംഗിൾ പർച്ചേസ് ഇൻവോയ്സിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നോർമലി സെയിൽസ് സെൻട്രലൈസ്ഡ് സെയിൽസ് അല്ല അവർക്കുള്ളത്. സെയിൽസ് ബ്രാഞ്ച് വൈസ് ആണ് സെയിൽസ് വരുന്നത്. അപ്പോൾ ഒരു സെയിൽ ഇൻവോയ്സിനകത്ത് മൾട്ടിപ്പിൾ ഗോഡൌൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു പർച്ചേസ് ഇൻവോയ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ഗോഡൌണിലേക്ക് പർച്ചേസ് ചെയ്യാം, സിംഗിൾ ഗോഡൌണിലേക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെയിൽ ഇൻവോയ്സ് മൾട്ടിപ്പിൾ ഗോഡൌണിൽ നിന്നാകാം, സിംഗിൾ ഗോഡൌണിൽ നിന്നാകാം. അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസും സെയിലും ബുക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഈ കാറ്റഗറിയും ഗ്രൂപ്പും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താലുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററിയിൽ വന്നാൽ സ്റ്റോക്ക് ക്വറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റോക്ക് ക്വറിയിൽ വന്നാൽ നമുക്ക് കാണാം ഇപ്പം AC 1.5 ടൺ LG മുകളിൽ നോക്കിയാൽ കാണാം AC 1.5 ടൺ LG. അതിന്റെ ഗ്രൂപ്പ് AC 1.5 ടൺ എന്നുള്ള ഗ്രൂപ്പാണ്. കാറ്റഗറി AC LG എന്നുള്ള കാറ്റഗറിയാണ്. അപ്പൊ എത്ര ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ക്ലോസിംഗ് വാല്യൂ 1.5 ലക്ഷമാണ്. കോസ്റ്റ് പ്രൈസ് 30,000 രൂപയാണ്. പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഇതിനകത്തില്ല. സെയിൽസ് ഒന്നും വരാത്തതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഇല്ല. AC 1.5 ടൺ LGയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. 5 എണ്ണമാണ് സ്റ്റോക്ക് ഉള്ളത്. അത് ഏതൊക്കെ ഗോഡൌണിലാണെന്ന് എങ്ങനെ അറിയും? ഇപ്പൊ നോക്കിയാൽ അറിയാം. കോതമംഗലത്ത് 3 എണ്ണം, മൂവാറ്റുപുഴയിൽ 1 എണ്ണം, ആലുവയിൽ 1 എണ്ണം. അങ്ങനെയാണ് 5 എണ്ണം പർച്ചേസ് ചെയ്തിരിക്കുന്ന. ഇന്ന ഡേറ്റിലാണ് പർച്ചേസ് ചെയ്ത്. ഈ മറ്റൊരു ഐറ്റത്തിന് സെയിൽ ഇല്ലാത്തതുകൊണ്ട് സെയിൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഐറ്റംസ് ഓഫ് സെയിം ഗ്രൂപ്പ്. ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ് ഈ റിപ്പോർട്ടിന്റെ. ഇപ്പൊ ഒരു ക്ലയന്റ് വിളിച്ചിട്ട്, ഒരു കസ്റ്റമർ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് AC 1.5 ടണ്ണിന്റെ AC LG 10 എണ്ണം എനിക്ക് വേണമെന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ വരാൻ പറ്റില്ല. ഈ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ വരാൻ പറ്റില്ല. ഞാൻ ഓരോ ഗോഡൌണും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം എത്ര ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോ ഇവിടെ ഫോൺ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും 10 LG എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. LGയുടെ 1.5 ടണ്ണിന്റെ 5 എണ്ണമാണ് സ്റ്റോക്ക് ഉള്ളത്. ആ 5 എണ്ണം 3 എണ്ണം കോതമംഗലത്ത്, 1 എണ്ണം മൂവാറ്റുപുഴയും 1 എണ്ണം ആലുവയിലുമാണ്.
അപ്പോൾ 5 ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ അടിച്ച് മൂവായിരത്തിൽ നിന്നും ഇപ്പം ബ്രാഞ്ചിലേക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നാണ് എടുക്കേണ്ടത് ആ ബ്രാഞ്ചിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ട്രാൻസ്ഫർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പാർട്ടിയോട് പറയാം എന്റെ കയ്യിൽ 1.5 ടൺ LGയുടെ 5 ഉള്ളൂ, പക്ഷെ എനിക്ക് 1.5 ടൺ ബ്ലൂ സ്റ്റാർ 5 വേറെ സ്റ്റോക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ തരാമെന്ന് പറയാം. അത് എവിടേക്കാണ് ഉള്ളതെന്ന് നോക്കണം. ആദ്യം നോക്കുമ്പോൾ 5 ഉള്ളത് 3 പെരുമ്പാവൂരും 2 ആലുവയിലാണ്. നോക്കി ഇനി 1.5 ടണ്ണിന്റെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്? ഗോദ്രേജിന്റെ 1.5 ടൺ ഗോദ്രേജ് ഉണ്ട്. അതെവിടെയാണ്? അത് 5 മോക്ഷയാണ്. അപ്പൊ വേണമെങ്കിൽ പറയാം മോക്ഷ എന്നുള്ളൊരു പാർട്ടിയാണ് വിളിക്കുന്നതെങ്കിൽ പറയാം 5 ഗോദ്രേജിന്റെ AC 1.5 ടണ്ണിന്റെ മോക്ഷ ബ്രാഞ്ചിൽ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് എടുത്തോളാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. 32 ഇഞ്ച് LG എടുക്കുക. 32 ഇഞ്ച് LG TV ആണിത്. നോക്കിയാൽ അറിയാം 12 പർച്ചേസ് ചെയ്തു, 5 വിറ്റു, ബാക്കി 7 സ്റ്റോക്ക് ഉണ്ട്. 7 സ്റ്റോക്ക് എന്ന് പറയുന്നത് LG 32 ഇഞ്ച് 7 സ്റ്റോക്ക് ഉണ്ട്, 4 മോക്ഷയാണ്, 3 ആലുവയിലാണ്. പക്ഷെ 32 ഇഞ്ചിന്റെ എത്ര TV ടോട്ടൽ നമ്മുടെ കയ്യിലുണ്ട്? ബ്രാൻഡ് നോക്കണ്ടായെങ്കിൽ നമ്മുടെ കയ്യിൽ 26 32 ഇഞ്ചിന്റെ സ്റ്റോക്ക് ഉണ്ട്. അതിൽ LG 7 ഉണ്ട്, ഒണിഡ 7 ഉണ്ട്, സാംസങ് 7 ഉണ്ട്, സോണി 5 ഉണ്ട്. ഈ സോണി എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം 5 2 കുറവത്ത് 1 മോക്ഷ, 1 പെരുമ്പാവൂർ, 1 ആലുവയിലുമാണ് 5. ഈ സാംസങ് എവിടേക്കാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്? 2 കുറവത്ത് 1 മൂവാറ്റുപുഴയും 4 ആലുവയിലുമാണ്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടി. ഇനി ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ്, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് കിട്ടും. ടാക്സ് റേറ്റ് എത്രയാണെന്ന് കിട്ടും, KFC എത്രയാണെന്ന് കിട്ടും, എല്ലാം സെയിം ആയിരിക്കും. ഇനി കൈയുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ കൊടുക്കാം. ടോപ്പ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. കുറെ അധികം സെയിലും പർച്ചേസ് ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് നമുക്ക് കൊടുക്കാം. പ്രൈസ് ലിസ്റ്റ്, ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ പ്രൈസ് ലിസ്റ്റ് വേണമെങ്കിൽ ഐറ്റം സെലക്ട് ചെയ്തിട്ട് പ്രൈസ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ പ്രൈസ് ലിസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒരു ഐറ്റത്തിന് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെന്ററി റിപ്പോർട്ട്സിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോഡൌൺ വൈസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആലുവ ഗോഡൌണിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? 24 ഐറ്റം ഉണ്ട്. എന്തൊക്കെയോ 24 എന്തൊക്കെ ഐറ്റംസ് 24 കോതമംഗലത്ത് 22 ഉണ്ട്. മെയിൻ ലൊക്കേഷൻ ഇല്ല, നമുക്ക് വേണമെങ്കിൽ ലൈന് റിമൂവ് ചെയ്യാം. മൂവാറ്റുപുഴ 32 ഉണ്ട്, പെരുമ്പാവൂര് 18 ഉണ്ട്. ഇനി ആലുവയിൽ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം AC 8 TV 16. ഇനി ആലുവയിലത്തെ പ്രോഫിറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഷോ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആലുവയില് ഇതേവരെ ഉണ്ടാക്കിയിരിക്കുന്നത് 18,000 രൂപ ലാഭമാണ്. 14.63% അതിൽ AC ഒന്നും വിറ്റിട്ടില്ല, TV ആണ് വിറ്റിരിക്കുന്നത്. എത്ര TV ഇട്ടിട്ടുണ്ട്? 4 TV ആണ് വിറ്റിരിക്കുന്നത്. ക്ലോസിംഗ് എത്രമാത്രം നമുക്ക് ഓരോ ഐറ്റത്തിന് എടുത്ത് നോക്കാം. നമുക്ക് ഷോറൂം അനലൈസ് ചെയ്യാം, ഐറ്റം അനലൈസ് ചെയ്യാം, കാറ്റഗറി അനലൈസ് ചെയ്യാം, ഗ്രൂപ്പ് അനലൈസ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും അനലൈസ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ആക്ഷൻ എടുക്കാം, മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാം. പ്രോഫിറ്റ് കുറഞ്ഞ മാർജിൻ കുറഞ്ഞ ഐറ്റം നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, മാർജിൻ കൂടിയ ഐറ്റം നമുക്ക് കൂടുതൽ പുഷ് ചെയ്യാം. അപ്പം ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റിന് ടാലിയിലെ ഇൻവെന്ററി ഫംഗ്ഷനാലിറ്റി ലോജിക്കലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടാലിയിലുള്ളത്. കൂടുതൽ വളരെയേറെ റിപ്പോർട്ടുകൾ ഇതിനകത്ത് ഇനിയുണ്ട്. അതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.